ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ച് വെറൈറ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉന്നക്കായപ്പുള്ള റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പോള റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ ഇതുപോലൊരു പാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിക്കുക. നെയ്യ് നന്നായി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ ഒരു തേങ്ങ ചിരകിയത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം. അപ്പോൾ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഈ സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പഞ്ചസാര തേങ്ങയിൽ നന്നായിട്ടൊന്ന് ലയിച്ച് വന്നാൽ ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ പോളയിലേക്ക് വേണ്ട നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 7 ചെറിയ നേന്ത്രപ്പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 4 പീസായിട്ട്, ഒരു പഴം 4 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. കൂടെ തന്നെ നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മൈദാപ്പൊടിയാണ്. നമ്മൾ 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. പിന്നെ ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കട്ടയെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിസ്ക് തന്നെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ടയെല്ലാം നന്നായിട്ട് കളഞ്ഞ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഉന്നക്കായപ്പോള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിക്കുക. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗിൻ്റെ ബാറ്റർ നമ്മളൊരു 1.5 തവി ഇതുപോലെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തേക്കും ആദ്യം ഒന്ന് ആക്കി കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കുകയാണ്. ഇത് അടുക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇടയിൽ ചെറിയ ഗ്യാപ്പെല്ലാം ഉണ്ടെങ്കിൽ ചെറിയ പീസ് വെച്ച് കൊടുത്തിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. പഴം വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. സൈഡിലൂടെ കുറച്ച് ഇതുപോലെ കയറ്റിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ശേഷം ഇതിന് മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന എഗ് ബാറ്റർ ഒരു പകുതിയോളം നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒഴിക്കുകയാണ്. ആദ്യം സൈഡിലൂടെ ഒഴിക്കുക, പിന്നെ സെൻറ്ററിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ ഫില്ലിങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പഴം അടുക്കി വെച്ച് കൊടുക്കുകയാണ്. ആദ്യം ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഇടയിൽ ചെറിയ ഗ്യാപ്പെല്ലാം ഉണ്ടെങ്കിൽ ചെറിയ പീസെല്ലാം വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു എഗ് ബാറ്റർ ഉണ്ടല്ലോ, പകുതിയോളം എഗ് ബാറ്റർ ഉണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് ആദ്യം സൈഡിലൂടെ ഒഴിച്ചു, പിന്നെ സെൻറ്ററിലായിട്ട് ഒഴിച്ചു. ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം അടപ്പ് വെച്ച് കൊടുക്കുക. ഇനി ഒരു പഴയ പാൻ സ്റ്റൗവിൽ വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ പോള റെഡിയാക്കി വെച്ചിട്ടുള്ള പാൻ വെച്ച് കൊടുക്കാം. പാൻ വെച്ച ഉടനെ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ലോ ഫ്ലെയിമിലിട്ടൊരു 40-45 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പോള റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശം ചെറുതായിട്ടൊന്ന് കളറ് മാറി വരാനുണ്ട്. അപ്പോൾ അതിനായിട്ട് മറ്റൊരു പാനിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കമഴ്ത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ പഴയ പാനിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.